ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച വളരെ നല്ലൊരാഴ്ചയായിരുന്നു ഓവറോൾ. മാർക്കറ്റ് സെല്ലിങ്ങിന് ശേഷം എല്ലാം തന്നെ റിക്കവർ ചെയ്തു. മിഡ് ക്യാപ്പ് എല്ലാം വീണ്ടും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. സ്മോൾ ക്യാപ്പ് റിക്കവർ ആയി. നിഫ്റ്റി ഏകദേശം 22,000 താഴെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ വീക്ക് ഏകദേശം 22,500 മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ്. ലാസ്റ്റ് വീക്ക് സെല്ലിങ് വന്നു. അതിനുശേഷം നമുക്കറിയാം അമിത്ഷായുടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തുടർന്നാണ് പിന്നെ അവിടെ നിന്നൊരു റാലിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നടക്കുന്നത് കണ്ടത്. അപ്പം ഏതായാലും പോസിറ്റീവായിട്ട് പോകുന്നു. പിന്നെ ഇലക്ഷന്റെ വോൾട്ടാലിറ്റി ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരൊക്കെ നെക്സ്റ്റ് ഒരു 20 days ഒക്കെ വെയിറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇലക്ഷൻ ജൂൺ 4-നാണ് റിസൾട്ട്, അതുവരെ വെയിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു 10-15 ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്നത് മേ ബി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ വോൾട്ടാലിറ്റിയിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്ത ആഴ്ചത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് അറിയാം മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ആണ്. സോ അതിനോടനുബന്ധിച്ച് നമ്മളുടെ മാർക്കറ്റ് അവധിയാണ് അടുത്ത ആഴ്ച. അതുകൊണ്ട് തന്നെ 4 ദിവസം മാത്രമാണ് നമുക്ക് ട്രേഡിംഗ് ഉള്ളത്. ഈ കാര്യം ഓർത്തു വെക്കുക. പിന്നെ ശനിയാഴ്ച, അതായത് ഇന്ന് നമുക്കറിയാം നമ്മളുടെ സ്പെഷ്യൽ സെഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു മാർക്കറ്റിൽ. ഓക്കെ, സോ നമുക്ക് ചാർട്ട് അനലൈസിസിലോട്ടും അതേപോലെ തന്നെ അടുത്ത ആഴ്ച സ്വിംഗ് ട്രേഡിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഏകദേശം ഈ ഒരു ചാനലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള സ്ട്രെങ്തോ ഇല്ലെങ്കിൽ വീക്ക്നെസ്സോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പകരം ഒരു സൈഡ് വേസ് പ്ലസ് എന്താ പറയുക, ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് പ്രൈസ് ആക്ഷനാണ് നമുക്ക് ചാർട്ടിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചാനലിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 50 മൂവിങ് ആവറേജിന്റെ താഴെയായിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് ഏകദേശം 200 മൂവിങ് ആവറേജ് വരെ പോകാൻ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 21,000, ഒരു 1000 പോയിന്റ് കറക്ഷൻ, അതായത് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എത്തുമ്പോൾ ഏകദേശം 22,000 ആയിരിക്കും. അവിടെ നിന്നൊരു 1000 പോയിന്റ് കറക്ഷൻ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ലെവലിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ്. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറ്റമല്ല. നിഫ്റ്റിയിലെ പോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തു പോകുന്നു. ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് പ്രൈസ് ആക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും നിഫ്റ്റി ബാങ്കിന്റെ കാര്യത്തിൽ. ഇനി നമ്മൾ CNX സ്മോൾ ക്യാപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് ആ ഒരു സെല്ലിങ്ങിന് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി നടത്തി. ഏകദേശം ഈ ഒരു ലോ പോയിന്റിൽ നിന്ന് 8% അപ്സൈഡ് റിക്കവർ ആകാൻ വേണ്ടി സാധിച്ചു. ജസ്റ്റ് 5-6 ദിവസങ്ങൾ കൊണ്ട് മാത്രം സാധിച്ചു. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മാർക്കറ്റിലെ ബുള്ളിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മിഡ് ക്യാപ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഏകദേശം 6% അടുത്ത് കറക്ഷൻ നടത്തിയതാണ്. അവിടെ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി തന്നു. ഏകദേശം 6.7% റിക്കവർ ആവുകയും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഓവറോൾ ബുള്ളിഷ് ആണ്. പക്ഷെ ഇലക്ഷൻ വരുന്നത് കൊണ്ട് കോഷ്യസ് ആയിരിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അങ്ങനല്ല, ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇലക്ഷനോടനുബന്ധിച്ച് ചില സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ നിങ്ങൾക്ക് ETF കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ PSU ബാങ്ക് ബീസോ ഇല്ല PSC സെക്ടറിന്റെ ETFകളോ ഓട്ടോ സെക്ടറിന്റെ ETFോ ഫാർമയുടെ ETFോ ഏതാണോ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിന്റെ ETF ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അല്ലാത്ത പക്ഷം വളരെ ചെറിയ രീതിയിൽ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വലിയൊരു ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഓക്കെ, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരു 1 month ബാക്ക്, ഐ തിങ്ക് 1 month ബാക്ക് നമ്മൾ സിൽവർ ബീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തന്നെ. അന്ന് നമ്മൾ സൺഡേ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ വന്ന് മൂവിങ് ആവറേജ് ആയിരിക്കും, അവിടെ സപ്പോർട്ട് എടുത്ത് കയറി പോവാം. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പേടിയുള്ളവർക്ക് എക്സിറ്റ് ചെയ്യാന്നുള്ളത്. ഓൾമോസ്റ്റ് 21% മൂവ്മെന്റ്സ് നമുക്ക് ജസ്റ്റ് 1 monthന്റെ ഉള്ളിൽ ഇല്ലെ 1.5 monthsന്റെ ഉള്ളിൽ നമുക്ക് സിൽവർ ബീസിൽ കിട്ടിയിട്ടുണ്ട്. സോ ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രഷ് എൻട്രി സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ് സജഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ HEG ഹെഗ് ഈ ഒരു സ്റ്റോക്ക് HEG എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ ഏകദേശം
ഈ ഒരു 2000 ലെവലിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് പ്രകാരം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 25% അപ്സൈഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഇവിടെ നമുക്കൊരു ഫ്രഷ് എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഏകദേശം ഈ ഒരു ഹൈ, അതായത് ഈ ഒരു ഹൈ 2580, 2600 എന്ന് പറയുന്ന ലെവല്, 2570 എന്ന് പറയുന്ന ലെവൽ തന്നെ നമുക്കൊരു നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്, ഈ ഒരു സിംഗിളർ സ്റ്റോപ്പ് ലോസ്, ഏകദേശം 10% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു 10% സ്റ്റോപ്പ് ലോസിൽ 1:2 ഒക്കെ ഈസി ആയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. 1:2 അല്ല, അതിന് മുകളിൽ ചിലപ്പോൾ കിട്ടും. പക്ഷേ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 1:2 ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. HEG ലിമിറ്റഡ്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് SW സോളാർ. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞ HEG നമ്മൾ സജസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 25% അപ്സൈഡ് നിൽക്കുന്ന സ്റ്റോക്കാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് SW സോളാർ. ഇതും നമ്മൾ 1 വീക്ക് ബാക്ക് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഓൾമോസ്റ്റ് 10 to 15% അപ്സൈഡ് ആണ് ആ ഒരു ലെവലിൽ നിന്ന്. അതിന്റെ സ്ക്രീൻഷോട്ടും അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ടെലിഗ്രാമിൽ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ അപ്സൈഡ് പോകാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ബട്ട് അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് ഒക്കെ അടിക്കുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു റിസ്ക് മനസ്സിലാക്കി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ എൻട്രി എടുത്തുകൊണ്ട് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 16-17% സ്റ്റോപ്പ് ലോസോടുകൂടി നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1:2 ഏകദേശം 30% ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന പോലെ മൂവ്മെന്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ താഴെ നമ്മളുടെ വ്യൂ ഇൻവാലിഡ് ആവും. സോ അതിന്റെ താഴെ ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് അപ്പം ഈ ഒരു സ്റ്റോക്കും SW സോളാറും നിങ്ങൾക്ക് HEGയോടൊപ്പം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ആണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഷോർട്ടർ പീരീഡ്, ഈ ഒരു ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഹൈ ആണ്. ഈ ഒരു സെയിം ഹൈയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സോ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20% സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. 20% സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിന്റെ ഏണിങ്സ് ആണ്. അതായത് ഫ്രൈഡേ 24 മെയ് ഇതിന്റെ റിസൾട്ട് ഉണ്ട്. അതിന്റെ റിസൾട്ട് എങ്ങനെ ബാധിക്കും എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യാം. റിസൾട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പം വലിയ സ്റ്റോപ്പ് ലോസ്, അതായത് റിസൾട്ടിന് ശേഷം 1-2 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കും, നമുക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ. ഇത് എൻട്രി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതും ഒരു ബ്രേക്ക്ഔട്ട് ആണ്. ഓൾമോസ്റ്റ് 14 വർഷത്തെ ബ്രേക്ക്ഔട്ട് ആണ് വരാൻ പോകുന്നത്. ഇതിന്റെ ബ്രേക്ക്ഔട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 270 ലെവലിലാണ്. 270 ലെവലിൽ ഒരു 20% സ്റ്റോപ്പ് ലോസോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹാപ്പി ഫോർജിങ് ആണ്. ഈ ഒരു സ്റ്റോക്ക് പുതിയ IPO ആണ്, റീസെന്റ് വന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് മന്ത്ലി ചാർട്ടാണ്. 2023 ഡിസംബറിൽ വന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ആണ്. സോ ഇതിന് മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 4% സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. വളരെ അല്ലെങ്കിൽ ഒരു ആവറേജ് 5% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് 1:2 ഇല്ല 1:3 ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൽ, ഹാപ്പി ഫോർജിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹ്യൂം പൈപ്പാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിന്റെ റിസൾട്ട് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷം അവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ആ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിവേഴ്സൽ പോയിന്റ് കൂടിയാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, അതായത് 2019 തൊട്ട് സൈഡ് വേസിലായിരുന്നു ഉണ്ടായിരുന്നത്. റിസൾട്ട് വളരെ നല്ലൊരു റിസൾട്ട് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു മൂവ്മെന്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ മന്ത്ലി ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കൂടിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പോയിന്റ് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു
60-70% മൂവ്മെൻറ്റിലുള്ള പോസിബിലിറ്റി ഉണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ 23% ആണ് നമുക്ക് വരുന്നത്, 25% വരുന്നുണ്ട്. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ എൻട്രി വരുന്നത് ഇവിടെയാണ്. സോ നേരെ ഈ ഒരു ഗ്യാപ്പ് വന്നില്ല 10%, ഈ 11%. സോ ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഇതിൻ്റെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, ഇന്ത്യൻ ഹ്യൂം പൈപ്പ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 5 സ്റ്റോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. 1 HEG, 2 SW സോളാർ, 3-മത്തേത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, 4-മത്തേത് ഹാപ്പി ഫോർജിങ്, 5-മത്തേത് ഇന്ത്യൻ ഹ്യൂം പൈപ്പ്. ഓക്കെ, ഈ 5 സ്റ്റോക്കുകളാണുള്ളത്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ മാർക്കറ്റ് ഇലക്ഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഏതായാലും ചെറിയ പൊസിഷൻ സൈസിങ്ങിൽ ലൈവ് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ പൊസിഷൻ സൈസിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.